അസ്സലാമു അലൈക്കും warahmatullahi തുടങ്ങിക്കോളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി ഖാലിഖിൽ വജൂദി മിനൽ അദം വജഅലിൻ നൂരി മിനൽ ളുലം ومخرج الصبر من الألم وملقي التوبة على الندم ونشكره على المصاعب كما نشكره على النعم والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. اللهم إني أسألك بأني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم فانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. فنعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമ്മൾ 32ാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ് സൂറത്ത് അലഖാണ് 96ാമത്തെ സൂറ. അൽഹംദുലില്ലാഹ് നമ്മള് എന്താണ് എക്കോ വരുന്നുണ്ട് ശബ്ദം. ആണോ റഷിദ മാം? ഇനി വരില്ല, എല്ലാവർക്കും എടുത്തോളൂ. അങ്ങനെയാണോ? ഇല്ല, എന്താണ്? അത് ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം ആയതുകൊണ്ട് ഇനി വരില്ല, എടുത്തോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അപ്പോൾ നമ്മള് പഠിച്ചത് യൂണിറ്റ് 31 സൂറത്ത് അലഖ് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. 5 ആയത്ത് പഠിച്ചു. സൂറത്ത് അലഖിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. 96ാമത്തെ സൂറത്താണ്. ഖുർആനിൽ ആദ്യമായി അല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി കൊടുത്തത് അല്ലെ, ഒന്നാമത്തെ അവതരണം ഈ 5 ആയത്തുകളിലായിരുന്നു. അൽഹംദുലില്ലാഹ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം സിദ്ധിച്ചതും ഇതോടുകൂടിയാണ്. അൽഹംദുലില്ലാഹ്. പിന്നെ പരിപൂർണമായി സൂറത്ത് ഇറങ്ങിയത് സൂറത്ത് ഫാത്തിഹയാണ് പൂർത്തിയാക്കി ഇറങ്ങിയത് സൂറത്ത് എന്നുള്ള നിലയില്. രണ്ടാമത് ഈ ഒന്നാമത്തെ ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് അവതരിച്ച സൂറത്ത് എന്താണ്? മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. അപ്പൊ റസൂൽ എന്നുള്ളൊരു പദവിയും അപ്പോഴാണ് അത് കിട്ടുന്നത്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. എന്തായാലും നമ്മള് സൂറത്ത് അലഖിലെ ആദ്യത്തെ ഭാഗം മനസ്സിലാക്കി. എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, ഓതി നോക്കാം. ഓർമ്മയുണ്ടോ എന്ന് നോക്കാം എല്ലാവർക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. എന്താണ് അർത്ഥം? നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നാഥന്റെ നാമത്തിൽ. ആരാണ്? നിന്നെ സൃഷ്ടിച്ചവനായ അല്ലെ, സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കൂ അല്ലെ. ഖറഅ യഖറഉ ഇഖ്റ ഉണ്ടോ? ഇഖ്റ കൽപ്പിക്കണാണ് അല്ലെ, കൽപ്പന ക്രിയണേ. ഇഖ്റ നീ വായിക്കൂ. പിന്നെയോ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഒട്ടിപ്പിടിക്കുന്നതിൽ അല്ലെ, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. ഖലഖൽ ഇൻസാന ഉണ്ടോ? ഖലഖ അവൻ സൃഷ്ടിച്ചു. ഖലഖയില് അവൻ എവിടെയുണ്ട്? ഖലഖയുടെ അകത്ത് തന്നെ ഹുവ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെ. ഖലഖൽ അവൻ സൃഷ്ടിച്ചു. ആരെ? ഇൻസാന മനുഷ്യനെ. മിൻ അലഖിൻ കണ്ടോ, എഴുതുമ്പോ മിൻ അലഖിനാണ്, പക്ഷെ നമ്മൾ വായിക്കുമ്പോ മിൻ അലഖ് അല്ലെ. മിൻ വന്നപ്പോ അലഖിൻ ഉണ്ടോ, എന്താണ് കസ്റ തൻവീൻ കൊടുത്തു. മിൻ അലഖിൻ മിൻ വന്നപ്പോ അത് കസ്റ ചെയ്യപ്പെട്ടു. മിൻ അലഖിൻ. ഓക്കെ, ഒട്ടിപ്പിടിക്കുന്നതിന്. അപ്പൊ നമ്മൾ പുതിയ വേർഡായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ഈ അലഖ് എന്നുള്ള വേർഡാണ് അല്ലെ. ആദ്യം പഠിച്ചത് മിൻ അലഖ്. ഓക്കെ, അതായത് ഗർഭാശയത്തിൽ ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിലായിരുന്നു അല്ലെ ആദ്യം. അങ്ങനെയാണ് നമ്മൾ കിടന്നത് അല്ലെ. മാഷാ അല്ലാഹ്. അപ്പൊ അതിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ എന്താണ് നെക്സ്റ്റ്? ഇഖ്റ വറബ്ബുക്കൽ അക്രം. പിന്നെയും പറയുകയാണ് ഇഖ്റ നീ വായിക്കൂ.
അപ്പൊ അള്ളാഹു നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ കൽപ്പിച്ചത് ഈ വായിക്കുന്നാണ് അല്ലെ. അപ്പൊ വായനയിലൂടെ, അറിവിലൂടെ, എഴുത്തിലൂടെ നമ്മൾ പഠിക്കാൻ അല്ലെ, മനുഷ്യൻ ശരിക്കും മനുഷ്യനായി മാറാൻ അല്ലെ, ശരിക്കുള്ള അറിവ് അള്ളാഹുലേക്ക് നമ്മൾ എത്തിച്ചേരാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള എന്താണ് അറിവാണ് യഥാർത്ഥ അറിവ്. നമ്മൾ എന്ത് പഠനം പഠിച്ചാലും അള്ളാഹുലേക്കുള്ള എത്തിച്ചേരലാണ്. അള്ളാഹുവിന്റെ ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അറിവ്, ഖുർആനിലൂടെ തന്ന അറിവ് നമ്മൾ കരസ്ഥമാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യനായി മാറുന്നത് അല്ലെ. അപ്പോ ഇവിടെ പറഞ്ഞാണ് നീ വായിക്കൂ, റബ്ബുക്കൽ അക്രം, റബ്ബുക്ക നിന്റെ നാഥൻ ആരാണ്? അൽ അക്രമാണ് അല്ലെ. അക്രം എന്താണ് അർത്ഥം? അത്യുദാരനാണ് അല്ലെ, അത്യുദാരനാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കരീമുൻ അല്ലെ, അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് അക്രം, അൽ അക്രമു എന്നുള്ളത്. എങ്ങനെയാണ്? അതായത് കരീമുൻ എന്ന് പറയുന്നത് കാരുണ്യവാൻ അല്ലെ, കരുണ ഉള്ളവൻ, അല്ലെങ്കിൽ എന്താണ് കരീമാണ്, എന്താണ് ഉദാരനാണ് കരീം. അത് പോസിറ്റീവ് ഡിഗ്രിയാണ് അല്ലെ. അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആകുമ്പോ എന്താണ് അക്രമുമിൻ എന്ന് പറയും. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആകുമ്പോ എന്താണ് ഏറ്റവും ടോപ്പ്, ആ സ്വഭാവത്തിന്റെ ആ പറയുന്നതിന്റെ ഏറ്റവും കൂടിയ ക്വാളിറ്റി അതിനപ്പുറം ഇല്ല അല്ലെ. അതാണ് അൽ അക്രമു. ഇപ്പൊ നമ്മൾ പറഞ്ഞു കബീറുൻ പോസിറ്റീവ്, അക്ബറുമിൻ അൽ അക്ബർ. അൽ അക്ബർ എന്ന് പറയുമ്പോഴാണ് ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രി ആവുന്നത് അല്ലെ. അൽ അക്രം, അൽ അക്ബർ അല്ലെ. നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എന്താണ്? അക്ബർ ഏറ്റവും വലിയവൻ. അതുപോലെയാണ് ഇവിടെ അത്യുദാരൻ, അക്രം എന്നുള്ളവിടെ അക്രമു, അൽ അക്രമു. പിന്നെയോ അല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലദീ അല്ലമ പഠിപ്പിച്ചവൻ, ബിൽ ഖലം പേന കൊണ്ട് അല്ലെ, ബിൽ ഖലം പേന കൊണ്ട് പഠിപ്പിച്ചവൻ. പിന്നെയോ അല്ലമൽ ഇൻസാന മാ ലം യഅലം, എന്താ അർത്ഥം? അല്ലമൽ ഇൻസാന മനുഷ്യനെ മാലം യഅലം അല്ലെ, മനുഷ്യനെ അവൻ പഠിപ്പിച്ചെന്ത്? മാ ലം യഅലം അല്ലെ, മാ ലം യഅലം അവൻ അറിഞ്ഞുകൂടാത്തത്, അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചു, മനുഷ്യനെ അവൻ പഠിപ്പിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അറിവാണ് അല്ലെ നമുക്കുള്ളത് അല്ലെ. അള്ളാഹു നമുക്ക് എന്താണോ ഉദ്ദേശിച്ചത്, ഈ അറിവുകളൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ. വളരെ കുറഞ്ഞ അറിവേ നമുക്കുള്ളൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ നമ്മൾ ഇത്രയും മനസ്സിലാക്കി അടുത്ത രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. എന്താണ് കല്ലാ? കല്ലാ നിങ്ങൾക്കറിയാം, കല്ലാ നമ്മൾ പഠിച്ച വാക്കാണ് അല്ലെ. ഇതിൽ പരിചയമുള്ള വേർഡുകൾ തന്നെയാണ് എല്ലാം. തോവ മാത്രമാണ് വ്യത്യാസമുള്ളത് അല്ലെ, ആ പരിചയം ഇല്ലാത്തത്. കല്ല എന്താണ് അർത്ഥം? വേണ്ട, വേണ്ട അല്ലെ. അങ്ങനെയല്ല, വേണ്ട. എന്താ? ഇന്നൽ ഇൻസാന ലയത്ഗാ. എന്താ അർത്ഥം? നിശ്ചയമായും മനുഷ്യൻ അവൻ അതിക്രമം പ്രവർത്തിക്കുന്നു. കാരണം എന്താണ്? അള്ളാഹു നേരത്തെ പറഞ്ഞ എന്താണ്? മനുഷ്യൻ അറിഞ്ഞുകൂടാത്തത് അള്ളാഹു പഠിപ്പിച്ചു അല്ലെ. പക്ഷെ മനുഷ്യന്റെ ധാരണ എന്താണ്? മനുഷ്യൻ എന്താണ്? അവൻ അതിക്രമമാണ് പ്രവർത്തിക്കുന്നത്. കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ. കണ്ടോ? ത്വഗാ യത്ഗാ. കണ്ടോ? ക്ലിയർ ആണോ? കാണുന്നുണ്ടോ എല്ലാരും? കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ. ത്വഗാ എന്താണ്? അവൻ അതിക്രമം പ്രവർത്തിച്ചു. യത്ഗാ അവൻ അതിക്രമം പ്രവർത്തിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കല്ല ലയുംബദന്ന ഫിൽ ഹുതമ. കല്ല വേണ്ട എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ ഇവിടെയും പറഞ്ഞു കല്ല. അള്ളാഹു പറയുന്ന വേണ്ട ഒരു നിസ്സാരമായ ഒരു വേണ്ട അല്ല കേട്ടോ, അത്രയും ഗൗരവമേറിയ വാക്കാണ് കല്ല, വേണ്ട. ഇന്നൽ ഇൻസാൻ നിശ്ചയമായ മനുഷ്യൻ എന്താണ്? ലയത്ഗാ അവൻ അതിക്രമം പ്രവർത്തിക്കുന്നു. ലാ അതെന്താണ്? ലാ ഉറപ്പിക്കാനായിട്ടല്ലേ, അത് തീർച്ചയായിട്ടും അവൻ അങ്ങനെയാണ് എന്ന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ലയത്ഗാ. പിന്നെയോ അൻ ചേർത്തിട്ടാണ് റആഹു. അപ്പൊ റആ എന്ന് പറഞ്ഞാല് അവൻ കണ്ടു, അവനെ കണ്ടതിനാൽ. അൻ ചേർത്തപ്പോ എന്താണ്? കണ്ടതിനാൽ, അതിനാൽ എന്നുള്ളതിനാണ് അൻ ചേർക്കുമ്പോ. അർആഹു അവൻ അതിനെ കണ്ടതിനാൽ. എങ്ങനെ കണ്ടു? ഇസ്തഗ്ന സ്വയം പര്യാപ്തനായി. ഓക്കെ, ഒന്നുകൂടെ നോക്കിയോളി. കല്ല വേണ്ട, അങ്ങനെയല്ല. ഇന്നൽ ഇൻസാന ലയത്ഗാ മനുഷ്യൻ, തീർച്ചയായും മനുഷ്യൻ അവൻ അതിക്രമം പ്രവർത്തിക്കുന്നു. അല്ലാഹു പറയണ അർആഹു അൻ പ്ലസ് റആഹു ആണ്. നമ്മൾ ചേർത്ത് ഓതുമ്പോ നിയമപ്രകാരം സാക്കിനെ നൂനിനെ നമ്മൾ എന്താക്കും അല്ലെ, മണിക്കില്ല, നേരെ ഇതാം ബിലാഗുൻ അല്ലെ. അർആഹു ഇസ്തഗ്ന. അർആഹു അവൻ
തന്നെ കണ്ടതിന്. അപ്പൊ അവൻ സ്വയം എന്തായി കണ്ടു? മനുഷ്യർ ഓരോരുത്തർ എന്താ വിചാരിച്ചത്? അവന് മതി അല്ലെ, താൻ തന്നെ മതി, ആരെയും വേണ്ട, ആരെയും ആശ്രയിക്കാതെ എല്ലാം ഞാൻ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യും എന്നുള്ളൊരു അഹങ്കാരമാണല്ലേ മനുഷ്യന്. അപ്പൊ അവൻ എന്താ കരുതിയത്? അവൻ എന്താണ്, സ്വയം പര്യാപ്തനാണ് എന്നവൻ ധരിച്ചു അല്ലെ, അവൻ കണ്ടു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അഹങ്കാരം അല്ലെ, ഞാൻ മതി, ആരെയും ആശ്രയിക്കേണ്ട, ആർക്കും താഴ്ന്നും കൊടുക്കില്ല അല്ലെ എന്നൊക്കെയുള്ളൊരു താൻ പോരിമ അങ്ങനെ അവന് തോന്നി. പ്രഥമ ദൃഷ്ടിയിൽ മനുഷ്യൻ ഈ ലോകത്ത് സ്വതന്ത്രനായിട്ട് വിടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വിടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എന്താണ് അവന്റെ വിചാരം? എന്താണ്? തന്റെ കാര്യത്തിന് താൻ മതി, മറ്റാരുടെയും ആശ്രയം തനിക്ക് വേണ്ടതില്ല, ആരോടും തനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നിങ്ങനെയുള്ള നാട്യത്തിലാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ അല്ലെ. പക്ഷെ ഈ തെറ്റായ ധാരണ നിമിത്തം അവൻ നേരും നെറിയും തെറ്റി സ്രഷ്ടാവിനെ കുറിച്ചും ഭാവിയെ കുറിച്ചും അല്ലെ, നാളത്തെ പരലോകത്തെ കുറിച്ചും ഒന്നും ബോധമില്ലാതെ ധിക്കാരം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നാട്യവും ധാരണയൊന്നും വേണ്ട എന്നുള്ളത് പറയണം കേട്ടോ. അതായത് എന്താണ് അള്ളാഹു പറഞ്ഞത്? ഇന്ന ഇലാ റബ്ബിക റുജ്അ, നിശ്ചയമായി നിന്റെ നാദങ്കലേക്കാണ് നിന്റെ മടക്കം. എന്താണ്? ഇന്ന ഇലാ റബ്ബിക റുജ്അ. കാരണം എന്താണ്? നീ ഇവിടെ ഇങ്ങനെ ശാശ്വതമായിട്ട് ഭൂമിയിൽ ജീവിക്കാമെന്നാണോ വിചാരിച്ച് ഇരിക്കുന്നത് അല്ലെ? സമ്പത്തും കൂട്ടി എണ്ണിക്കണക്കാക്കി അതിന്റെ മീതെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ശാശ്വതനായി ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കും എന്നുള്ള ധാരണയാണോ മനുഷ്യ? വേണ്ട കേട്ടോ, കല്ല. തീർച്ചയായിട്ടും അങ്ങനെയൊന്നും അല്ല. ഇന്നലെ ഇൻസാനലെ എത്തുക, അവൻ അതിരുവിട്ട് കളയുന്നു. പിന്നെയോ അവൻ വിചാരിച്ചെന്താണ്? അവന് താൻ മതിയെന്ന്, താൻ ധന്യനായിരിക്കുന്നു. ഉസ്താഹന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സ്വയം പര്യാപ്തനായി, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്നൊരു ഭാവം അല്ലെ. അവനെ തന്നെ അങ്ങനെ വിചാരിച്ചു. അവൻ കണ്ടു, അവനെ കണ്ടു. നോക്കിയ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് അറിയാം. അവൻ കണ്ടു, അവനെ കണ്ടു. ഹു കണക്ട് ചെയ്തു കണ്ടോ. എന്ന് പറയുന്നത് അവൻ കണ്ടു ആണ്. ആ കണ്ടുവിൽ തന്നെ അവൻ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലെ. അവൻ കണ്ടു, അവനെ കണ്ടു. അവൻ അവനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതുപോലെ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും പറഞ്ഞത്? ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഒന്നും കൂടെ പറഞ്ഞു തരുമോ? അതായത് നിങ്ങളുടെ സൗണ്ട് എനിക്ക് കുറവാണ് കേട്ടോ, എന്താണെന്ന് അറിയില്ല, ഫോണിന്റെ പ്രശ്നമാണോ എന്തോ. എന്തായാലും ഒന്നുകൂടെ പറയാം. ഇപ്പൊ ആദ്യത്തെ ആയത്തേക്ക് മനസ്സിലായോ? അല്ല, വേണ്ട. ഇന്നൽ ഇൻസാന കേട്ടോ, ഇന്നൽ ഇൻസാന ഉണ്ടോ, ഇൻസാന തീർച്ചയായും അവൻ അതിക്രമം പ്രവർത്തിക്കുന്നു അല്ലെ, മനുഷ്യൻ അതിക്രമം പ്രവർത്തിക്കുന്നു. പിന്നെയോ അവിടെ നിക്കട്ടെ. നമ്മൾ എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ കണ്ടിട്ടില്ലേ? കണ്ടുവോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു തുടങ്ങിയില്ലേ? നീ കണ്ടുവോ? അപ്പൊ എന്നുള്ളതാണ് അതിന്റെ എന്ത്? പൂർണ്ണക്രിയ. അങ്ങനെ പോകും. അത് നമുക്ക് പിന്നീടാണ് പഠിക്കുന്നത്, ഇപ്പോഴല്ല. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഹൂ വെച്ചു കൊടുത്തു. ഹൂ വെക്കുമ്പോ എന്താണ്? നമ്മള് അവനെ എന്നുള്ള ഹൂവാടെ ഹൂ നമ്മൾ ആഡ് ചെയ്തപ്പോ അവനെ കണ്ടു അല്ലെ. അപ്പൊ അവനെ കണ്ടു. അതായത് ഇപ്പൊ ഞാൻ വിചാരിക്കണേ, എനിക്ക് ഞാൻ തന്നെ മതി എന്ന് പറയുകയാണ്. അപ്പം അവൻ അവനെ തന്നെ കണ്ടു. എന്തായിട്ട്? സ്വയം പര്യാപ്തനായിട്ട്, എല്ലാം തികഞ്ഞവനായിട്ട്, എനിക്ക് ആരുടെ ആശ്രയം വേണ്ടാന്ന് എനിക്ക് തോന്നി എന്ന് പറയുന്നത് അവനെ കണ്ടു എന്നാണ് അള്ളാഹു പറയുന്നത്. അവനെ കണ്ടതിനാൽ എന്താണ് അത് പറയുന്നതിന്റെ വഴി? അത് എന്തുകൊണ്ടാണ് പറയുന്നത് വഴിയെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെയോ ഇന്ന ഇലാ റബ്ബിക റുജ്അ. അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ, കാരണം എല്ലാത്തിനും നമുക്ക് അള്ളാഹുവിന്റെ ആശ്രയം കൂടിയേ തീരും. നമ്മൾ ഒരിക്കലും സ്വയം പര്യാപ്തരേ അല്ല അല്ലെ. നമ്മൾ മനുഷ്യ സാമൂഹ്യ ജീവിയാണ്. മാത്രമല്ല എല്ലാത്തിനും അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായും അള്ളാഹു പറഞ്ഞു ഇന്ന ഇലാ റബ്ബിക റുജ്അ, ഇന്ന നിശ്ചയമായും ഇലാ റബ്ബിക നിന്റെ നാദങ്കലേക്കാണ് റുജ്അ മടക്കം. നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലെ. അതുപോലെ തന്നെ റുജ്അ മടക്കം, റജഅ മടങ്ങി. ഓക്കെ, കാരണം എന്താണ്? അറഅയ്തല്ലദീ യൻഹ, നീ കണ്ടോ? അറഅയ്ത നീ കണ്ടോ? അല്ലദീ യൻഹ തടയുന്ന ഒരുവനെ നീ കണ്ടുവോ? അബ്ദൻ ഇദാ സ്വല്ല. ഇതാണ് പോയിന്റ്. അബ്ദൻ ഒരു അടിമ
അബ്ദൻ ഒരു അടിമ ഇതാ സൊല്ല അയാൾ നമസ്കരിക്കുമ്പോൾ അവനെ തടഞ്ഞവനെ ആ അടിമയെ തടഞ്ഞവനെ നീ കണ്ടുവോ. അപ്പൊ ഇവിടെ എന്താ സന്ദർഭം? അപ്പൊ അതുകൂടെ ക്ലിയർ ആവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നും ഒരു സംഭവം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതായിട്ട് വന്നിട്ടുണ്ട്. എന്താണ്? അബൂജഹൽ ചോദിക്കുന്ന ഒരു സംഭവം. അബൂജഹൽ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ വെച്ച് മുഹമ്മദ് അവന്റെ മുഖം മണ്ണിൽ വെക്കാറുണ്ടോ? അതായത് അബൂജഹൽ ചോദിക്കുകയാണ്, എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് കാണാറുണ്ടോ എന്നുള്ളതാണ്. ഉണ്ട് എന്ന് പറയപ്പെട്ടപ്പോൾ അബൂജഹൽ പറഞ്ഞു, എന്താണെന്നോ, ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യം, അവനത് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ നിശ്ചയമായും അവന്റെ പിരടിക്ക് ഞാൻ ചവിട്ടും. യാ അല്ലാഹ്, ആരെടുത്താ പറയുന്നത് അല്ലെ? ആരെ ചെയ്യുന്ന പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചവിട്ടും എന്നാണ് അബൂജഹലിന്. നഊദു ബില്ലാഹ്. അവന്റെ മുഖം ഞാൻ മണ്ണിൽ ഉരുളിക്കുകയും ചെയ്യും. അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായി? അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അവൻ പിരടിക്ക് ചവിട്ടുവാനായി ചെന്നു. കേട്ടോ, പിരടിക്ക് ചവിട്ടുവാനായി ചെന്നു. അപ്പോഴേക്കും അവൻ അതേ ചെന്ന കാലിൽ തന്നെ പെട്ടെന്ന് മടങ്ങുകയും കൈകൊണ്ട് തടുക്കുകയും ചെയ്തു. എന്താണ്? തനിക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കപ്പെട്ടു. കേട്ടോ, അപ്പോൾ അവൻ പറഞ്ഞു, അബൂജഹൽ പറഞ്ഞു, എനിക്കും അവനുമിടയിൽ ഒരു അഗ്നിയുടെ കിടങ്ങും കുറെ ഭയാനക വസ്തുക്കളും ചിറകുകളും. കേട്ടോ, അവൻ കണ്ട രംഗം പറയാണ്. അപ്പൊ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ എന്നോട് അടുത്ത് വന്നിരുന്നുവെങ്കിൽ മലക്കുകൾ അവനെ ഓരോരോ അവയവമായി റാഞ്ചി എടുക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ് അല്ലെ? മാഷാ അല്ലാഹ്. എന്താണ് അള്ളാഹു കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ നോക്കിയേ. നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന വേളയില് അബൂജഹൽ കാലും പൊക്കി പോവാണ് ചവിട്ടാനായിട്ട് അല്ലെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു കാഴ്ച അബൂജഹലിന് കാട്ടിക്കൊടുക്കുകയാണ്. എങ്ങനെയാണ്? വമ്പിച്ചൊരു കിടങ്ങും അഗ്നിയുടെ ഒരു കിടങ്ങും കുറെ ഭയാനക വസ്തുക്കളും ചിറകുകളും ഒക്കെ അവിടെ അബൂജഹലിന് കാട്ടിക്കൊടുക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു, അവൻ എന്നോട് അടുത്ത് വന്നിരുന്നു എങ്കിൽ മലക്കുകൾ അവനെ ഓരോരോ അവയവമായി റാഞ്ചി എടുക്കുമായിരുന്നു. കേട്ടോ, അങ്ങനെ ഇതുപോലെ വേറെയും നിവേദനങ്ങൾ ഈ വിഷയത്തിൽ കാണാം. കേട്ടോ, അപ്പൊ ഈ അടിസ്ഥാനത്തിലാണ് ഈ ആയത്ത് വന്നത്. എന്താണ്? നീ കണ്ടുവോ? നീ കണ്ടോ? അല്ലദീ യൻഹ, ഉണ്ടോ? അല്ലദീ യൻഹ തടയുന്നവനെ, നഹ നഹു, ഉണ്ടോ? യൻഹ അവൻ തടയുന്നു. അപ്പൊ അല്ലദീ യൻഹ തടയുന്നവനെ, കണ്ടോ? നഹ എന്നുള്ള വേർഡാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയ വേർഡുകളാണ് അല്ലെ? നഹ. ഓക്കെ, സൊല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആബദൻ ഇദാ സൊല്ല. ആബദൻ എന്താ അർത്ഥം അറിയാം? അബ്ദുൻ, ഇബാദുൻ അല്ലെ? ദാസൻ. ദാസൻ അല്ലെ? അബദൻ ഒരു ദാസൻ, അബ്ദൻ ഒരു ദാസൻ, ഇദാ സൊല്ല അയാൾ നമസ്കരിക്കുമ്പോൾ. കണ്ടോ, അപ്പൊ നമസ്കരിക്കുമ്പോൾ ഒരു ദാസനെ തടയുന്നവനെ നീ കണ്ടുവോ? അപ്പൊ നീ വിചാരിച്ചോ എന്താണ് എല്ലാം തികഞ്ഞവനാണ് നീ എന്നല്ലേ? ഇതിപ്പോ ക്ലിയർ ആയോ എന്താണെന്ന്? അപ്പൊ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇത് നീ സ്വയം ധന്യനായി പര്യാപ്തനായി നീ നടിക്കുകയാണോ? പിന്നെന്താണ്? അല്ല, ഇന്ന ഇലാ റബ്ബിക റുജ്അ, നിശ്ചയമായും നിന്റെ നാദങ്കലേക്കാണ് മടക്കം. അപ്പൊ നമ്മൾ ഓരോ സെക്കൻഡും എന്താണ്? അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ ദാസനും ദാസിമാരുമാണ് അല്ലെ? നമ്മള് അത് ഓർത്തുകൊണ്ട് തഖ്വയോടെ ജീവിക്കണം എന്ന് ഓരോ ആയത്തും ഉള്ളടെ നമ്മളെങ്ങനെ എന്താണ് നമ്മളിൽ നിന്നിങ്ങനെ ഓരോ എന്താണ് ഹൃദയത്തിന്റെ മാലിന്യങ്ങളൊക്കെ നീക്കി നമ്മളെ ശുദ്ധരാക്കി കൊണ്ടുവരാനായിട്ടാണ് ഓരോ ആയത്തുകളും നമ്മളോട്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, മറ്റുള്ളവർ ശരിയാക്കുന്നു. അല്ലല്ല, നമ്മൾ സ്വയം നമ്മൾ തന്നെ നമ്മളുടെ പാളിച്ചകൾ, കുറവുകൾ, നമുക്ക് കുറെ പിശാചിന്റെ കുറെ ഇടപെടലുകൾ ഉള്ളത് കൊണ്ട് എന്താണ് നമുക്ക് എപ്പോഴും കുറെ മനസ്സിന് കുറെ രോഗങ്ങളായിരിക്കും അല്ലെ? അപ്പൊ ആ രോഗങ്ങളിൽ നിന്നൊക്കെ വിടുതൽ വിട്ടുകൊണ്ട് നമുക്ക് എന്താണ് പൂർണ്ണനായ നല്ല ഒരു അടിമയായിട്ട് അള്ളാഹുവിന്റെ എന്താണ് ഒരു പെർഫെക്റ്റ് ആയ അല്ലെ, നല്ല ഇബാദത്തുകൾ നല്ല തഖ്വയിൽ ചെയ്യുന്ന ഒരു ദാസിയെ നമുക്ക് മാറേണ്ടതുണ്ട് അല്ലെ? അൽഹംദുലില്ലാഹ്. അപ്പോ ഈ ആയത്തുകളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത് അല്ല, വേണ്ട, ഇന്നൽ ഇൻസാന ലയത്ഗാ അല്ലെ? മനുഷ്യൻ അതിക്രമം പ്രവർത്തിക്കുന്നു അല്ലെ? തീർച്ചയായും മനുഷ്യൻ അവൻ അതിക്രമം പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വേണ്ട, നിങ്ങൾ ഒരിക്കലും അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മതി അല്ലെ? മനുഷ്യന് അവൻ മതി, ആരുടെ ആശ്രയമില്ല, ആർക്കും ആരോടും ഒരു ഉത്തരവാദിത്വം ഇല്ല, ഒന്നുമില്ല, നമുക്കിങ്ങനെ ശാശ്വതമായി ഇങ്ങനെ അടിച്ചു പൊളിച്ച് മറിച്ച് ജീവിച്ചു പോകാമെന്ന് നമ്മൾ വിചാരിച്ചു അല്ലേ? പക്ഷെ അങ്ങനെ അല്ല. ഇന്നല റബ്ബിക റുജ്അ, അവന്റെ അടുക്കലേക്കാണ്, നിന്റെ നാദങ്കിലേക്കാണ് മടക്കം. എന്നിട്ടാണ് ചോദിക്കുന്നത്, അറഅയ്തല്ലദീ യൻഹാ, നീ കണ്ടോ?
തടയുന്നവനെ ആരാ തടഞ്ഞത് ഇവിടെ? അബൂജഹല്. അബൂജഹൽ. ആരെയാ തടഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി നബി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം തടയാൻ ശ്രമിച്ചല്ലേ, പക്ഷെ നടന്നില്ല. അൽഹംദുലില്ലാ കേട്ടോ. അപ്പൊ അള്ളാഹ് ചോദിക്കണം അപ്പൊ ഇതിൽ നിന്നും നമുക്കും എന്താണ് പാഠം? അപ്പോ ഒരാള് നമസ്കരിക്കുകയോ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോ നമുക്ക് അവരെ ഒരിക്കലും അതിൽ നിന്നും തടുക്കാൻ പാടുള്ളതല്ല അല്ലെ. നമസ്കരിക്കുന്ന അടിയാൻ എന്ന് പറഞ്ഞത് അതിനി അടുത്ത ആയത്തിലേക്ക് ബാക്കി വരും കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമുക്ക് ഇതുവരെയാണ് പഠിക്കേണ്ടത്. അൽഹംദുലില്ലാ. ഇത് ഒന്ന് അർത്ഥം പറയാവോ ഓരോരുത്തരായിട്ട്? ആർക്ക് പറയാം? ക്ലിയർ ആണോ എല്ലാവർക്കും? ഈ പാഠഭാഗം ക്ലിയർ ആയോ? പുതിയ വാക്കുകൾ നിങ്ങൾക്ക് ഏതായിട്ട് തോന്നി? പരിചയമില്ലാത്ത വാക്കുകൾ ഏതായിട്ടൊക്കെ തോന്നി? പറഞ്ഞോളൂ. അല്ല, ഈ പറഞ്ഞില്ലേ, അപ്പൊ അതിൽ ലാ വരുമ്പോ ഉറപ്പിച്ച് പറയുന്നതാ അവൻ അതിക്രമം പ്രവർത്തിക്കുന്നുള്ളത്. ലാ കൂടുമ്പോ പ്രവർത്തിക്കുന്നില്ല. തീർച്ചയായും ഇന്ന പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ ലയുംബദന്നല്ല ചേർത്ത് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഭാഗമാണ് ഇവിടെ കേട്ടോ. ഓക്കെ, ഇന്ന വന്നല്ലോ ആദ്യം. ഇന്നൽ ഇൻസാനല ഇന്നക്ക് കണക്ട് ചെയ്ത് സ്ട്രെസ് ചെയ്യാനായിട്ട് ഓക്കെ ഞാൻ പറയട്ടെ? ക്ലിയർ ആയോ? ഓക്കെ. ക്ലിയർ ആയി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ല, അങ്ങനെയല്ല, വേണ്ട. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, അവൻ അതിക്രമം പ്രവർത്തിക്കുന്നു. അൻറഹാഹു, അവൻ തന്നെ കണ്ടതിനാൽ. അൻ കഴിഞ്ഞിട്ടാണ് അൻ കഴിഞ്ഞിട്ടാണ് റആഹു. അപ്പൊ നമ്മൾ ചേർത്ത് എങ്ങനെ ഓതും? നൂൻ ഉച്ചരിക്കാതെ നേരെ റയിലേക്ക് പോവുക. ഓക്കെ. അവൻ തന്നെ കണ്ടതിനാൽ. സ്വയം പര്യാപ്തനായി. ഇന്ന ഇലാ റബ്ബിക, ഇവിടെ ഒന്ന് നോക്കിയേ, ഒരു സെക്കൻഡ്. അഷ്ഹദു അല്ലാ ഇലാഹ എന്ന് അല്ലെ എന്നുള്ളത് അൻ ഉണ്ടോ? ഇവിടെ അൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അർആഹു ഉണ്ടോ എന്നുള്ളതിനും ഇവിടെ അതിനാൽ അവൻ സ്വയം പര്യാപ്തനാണ് എന്നവൻ കണ്ടതിനാൽ കേട്ടോ. ഓക്കെ. അടുത്തത് ഇന്ന ഇലാ റബ്ബിക, നിശ്ചയം നിന്റെ നാദങ്കലേക്കാണ്. മടക്കം. അറഅയ്ത, നീ കണ്ടോ? അല്ലദീ യൻഹ, തടയുന്നവനെ. അബ്ദൻ, ഒരു ദാസനെ. ഇദാ സല്ല, അയാൾ നിസ്കരിക്കുമ്പോൾ. അപ്പൊ നമുക്കിവിടെ ഒരു പരിചയമില്ലാത്ത നമുക്ക് ഒരു പുതിയ വേർഡുകൾ നമുക്ക് ഏതൊക്കെയാ തോന്നിയത് ഈ യൂണിറ്റില്? ഒന്ന് പറഞ്ഞേ. പിന്നെയോ എൻഹ അല്ലെ. ഉണ്ടോ? പിന്നെ മനായതാണ് ടീച്ചറെ. ഈ അല്ല മന വേറെ വേർഡ്. ഇത് പിന്നെ ഉണ്ട്. മനഹ തടഞ്ഞു. മനഹ തടഞ്ഞു, അത് വേറെ വാക്ക്. ഇത് നഹ. ഓക്കെ. ക്ലിയർ ആയോ? അപ്പൊ ഇതിൽ നമുക്ക് പുതിയ വാക്കുകൾ പിന്നെന്താണ്? സൊല്ല അറിയാം അല്ലെ, നമ്മൾ പറഞ്ഞു. എവിടെ പഠിച്ചു? ഓർമ്മയുണ്ടോ സൊല്ല? സൊല്ല എവിടെ നിന്ന് പഠിച്ചു? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീമ വലാ യഹുല്ലു അലാ തുഹാമിൽ മിസ്കീൻ ഫവൈലുൻ ലിൽമുസല്ലീൻ അല്ലദീന ഹും സലാത്തിഹിം. സൊല്ലി പറഞ്ഞ ഓർമ്മയുണ്ടോ? ഫസല്ലി ലിറബ്ബിക വൻഹർ. ഓർമ്മയുണ്ടോ? ആണോ? ഏതിലാണ്? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ അല്ലെ. നമ്മൾ അങ്ങനെ പഠിച്ചത്. ഓക്കെ. അപ്പൊ ഇതില് ഇനി ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് പറയാൻ പറ്റുമോ നോക്കിയേ. നമ്മളെ അർത്ഥം നോക്കാതെ ഇങ്ങനെ പറയാൻ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കിയേ ആർക്കെങ്കിലും. വേണ്ട, നിശ്ചയമായും മനുഷ്യൻ
എന്താണ് അതിക്രമം പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുന്നു. മാഷാ അല്ലാ, പരിധി വിട്ടിരിക്കുന്നു, അതിക്രമം അവൻ അവനെ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. പറ്റുന്നുണ്ട്, പറയാൻ പറ്റുന്നുണ്ട്. മാഷാ അല്ലാ. പറയാൻ പറ്റുന്നുണ്ടോ? അവൻ അവനെ തന്നെ സ്വയം പര്യാപ്തനായി കണ്ടു അല്ലെ? പിന്നെയോ ഇന്ന ഇലാ റബ്ബിക റുജ്അ, നിശ്ചയം നിന്റെ നാഥനിലേക്ക് തന്നെയാണ് മടക്കം. മാഷാ അല്ലാ. അറഅയ്തല്ലദീ യൻഹാ, തടയുന്നവനെ നീ കണ്ടോ? അപ്പൊ അറൈത്താന്ന് പറഞ്ഞാലോ നീ കണ്ടോ, നീ കണ്ടോ. അല്ലദീ ഒരുവൻ അല്ലെ? അല്ലദിയാണ്. അല്ലദിയുടെ ബഹുവചനം എങ്ങനെ ഇരിക്കും? അല്ലദീന. മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹ്. അല്ലദീന തടയുന്നവനെ അല്ലെ? തടയുന്ന ഒരുവൻ. അപ്പൊ തടയുന്നവനെ നീ കണ്ടുവോ? അബ്ദൻ ഇദാ സ്വല്ല, ഒരു ദാസനെ അയാൾ നമസ്കരിക്കുമ്പോൾ. മാഷാ അല്ലാ. അപ്പൊ സ്വല്ല യുസൊല്ലി അല്ലെ? സ്വല്ല യുസൊല്ലി. അപ്പൊ സ്വല്ല അവൻ നമസ്കരിച്ചു, യുസൊല്ലി അവൻ നമസ്കരിക്കുന്നു അല്ലെ? സ്വല്ല യുസൊല്ലി. ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്വല്ല യുസൊല്ലി. കൽപ്പനക്രിയ എങ്ങനെ പറയും? സ്വല്ലി, നീ നമസ്കരിക്കൂ. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ നമ്മൾ പറഞ്ഞില്ലേ? നീ ബലിയറുക്കുകയും നീ നമസ്കരിക്കുകയും ചെയ്യൂ എന്നുള്ളത്. സ്വല്ലി, നീ നമസ്കരിക്കൂ. സ്വല്ല അവൻ നമസ്കരിച്ചു, യുസൊല്ലി അവൻ നമസ്കരിക്കുന്നു. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ടാണ്. നമസ്കരിക്കുന്നവൻ എന്ന് പറയുമ്പോ നമസ്കരിക്കുന്നവൻ, അതെ, അതാണ് നമ്മൾ സൊല്ലിൻ, മുസൊല്ലിൻ, മുസൊല്ലൻ, സ്വലാത്തുൻ അല്ലെങ്കിൽ തസ്ലിയത്തുൻ, അങ്ങനെയും വാക്ക് ഉപയോഗിക്കും. പക്ഷെ സ്വലാത്തുൻ എന്ന് പറയും. മുസൊല്ലിൻ, മുസൊല്ലൻ, സ്വലാത്തുൻ. ഓക്കെ, നമസ്കരിക്കുന്നവൻ നമ്മൾ പറഞ്ഞില്ലേ? ഫവൈലുൻ ലിൽ മുസൊല്ലീൻ. മുസൊല്ലിന്റെ ബഹുവചനമാണ് മുസൊല്ലീൻ അല്ലെ? ഇപ്പൊ കിട്ടിയില്ലേ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായി ആണോ? എല്ലാരും മ്യൂട്ടിലാണല്ലേ? ഓക്കെ. അപ്പൊ ഇനി ഒരാളൂടെ പറയാൻ പറ്റുമെന്ന് നോക്കിട്ട് പറയാൻ പറ്റും. കല്ല, അങ്ങനെയല്ല. ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലയത്വ, അവൻ അതിക്രമം പ്രവർത്തിക്കുന്നു. അർആഹു, അവൻ തന്നെ കണ്ടതിനാൽ. ഇസ്തഗ്ന, സ്വയം പര്യാപ്തനായി. ഇന്ന ഇലാ റബ്ബിക, നിശ്ചയം നിന്റെ നാഥങ്കലിലേക്കാണ്. അർറുജ്അ, മടക്കം. അറഅയ്ത, നീ കണ്ടുവോ? അല്ലദീ യൻഹ, തടയുന്നവൻ. അബ്ദൻ ഇദാ സ്വല്ല, നമസ്കരിക്കുന്ന ഒരുവനെ അല്ലെ? അവൻ നമസ്കരിക്കുമ്പോൾ. അബ്ദൻ, ഒരടിമ. ഇദാ സ്വല്ല, അവൻ നമസ്കരിക്കുമ്പോൾ തടയുന്നവനെ കണ്ടു. അൽഹംദുലില്ലാ. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ? മാഷാ അല്ലാ. നമ്മളെ ഇതുവരെ പഠിച്ച ഗ്രാമർ പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് എന്താണ്? ഹംസടങ്ങിയ ക്രിയ. അതായത് നമ്മൾ ഇതുവരെ പഠിച്ച എന്താണ്? നോർമൽ ആയിട്ടുള്ള പാരന്റിങ് ഗ്രൂപ്പ് പഠിച്ചു അല്ലെ? ഫതഹ യഫ്തഹു, നസറ യൻസുറു, പിന്നെ പറഞ്ഞോളി. അല്ലെ? അങ്ങനെ നമ്മൾ 4 പാരന്റിങ് ഗ്രൂപ്പാണ് ആദ്യം പഠിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ഏതിലേക്കാ വന്നത്? അലിഫ് വാ യ അല്ലെ? മാറി മാറി വരുന്ന അലിഫ് വാ യാക്കെ മാറി മാറി വരുന്ന ക്രിയകളാണ് നമ്മൾ പഠിച്ചത്. അതിന് ഉദാഹരണം വജദ, വഅദ പോലെ. പിന്നെ കാല, ആദ്യം വാവു വന്നു, പിന്നെ അത് കഴിഞ്ഞ് നടുക്ക് വന്നല്ലേ? കോല, കാന പോലെ. മാഷാ അല്ലാ. പിന്നെ എന്തെങ്കിലും വരുന്നത് എങ്ങനെയാ? ഹദ പഠിച്ചില്ലേ നമ്മള്? ദാ, ഹദ. ഹദാക്ക് അവസാനം വന്നു, ദായ്ക്ക് അവസാനമാണ് അലിഫ് വന്നത് അല്ലെ? ഹദായും ദായും പോലെ. പിന്നെ ഇടയ്ക്ക് നമ്മൾ പഠിച്ചു ഖാഫ, ഖാമ പോലെ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ ആണ്. ഓക്കെ, എങ്ങനെയൊക്കെ പഠിച്ചു പറഞ്ഞേ? വഅദ, വജദ പോലെ. നെക്സ്റ്റ് ഖാല,
കാന പോലെ ആ ആ ദാ കഴിഞ്ഞിട്ട് എന്തേലും ഹദാ പോലെ A7. അപ്പൊ A7 ആയല്ലേ നമ്മള്? ഓർമ്മയുണ്ടോ? A5 A4 കഴിഞ്ഞിട്ട് A5 5 6 7 അങ്ങനെയാ പോകുന്നത്. A5 എങ്ങനെയാണ്? നിങ്ങൾ അത് എഴുതണം. A5 എങ്ങനെ? വജദ വഅദ പോലെ. ഓക്കെ. A6 ഖാല കാന പോലെ. അപ്പൊ നടുക്കായി അലിഫൊക്കെ. പിന്നെയോ A6 പിന്നെ നമ്മൾ പറഞ്ഞത് കാന ഖാഫ ഖാമ പോലെ. ഓർമ്മയുണ്ടോ? പിന്നെ പഠിച്ചു ദാ ഹദാ പോലെ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ആദ്യം മുതൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ അറബിക് വാക്കുകൾ അല്ലെ 3 തരംതിരിച്ചു. എങ്ങനെയൊക്കെ പറയാ? നാമം, അവ്യയം, ക്രിയ. നാമം, അവ്യയം, ക്രിയ. നാമം എന്നാൽ എന്ത് നമ്മൾ പഠിച്ചു അല്ലെ? ഒരു പേരിനെ സൂചിപ്പിക്കുന്ന സ്ഥലത്തിനെ, ഒരാളിന്റെ പേര് അല്ലെങ്കിൽ സ്ഥലത്തിന്റെയോ സാധനത്തിന്റെയോ വസ്തുവിന്റെയോ അല്ലെങ്കിൽ എന്താണ് ഒരാശയത്തിന്റെയോ ഒക്കെ പേരിനെ കുറിക്കുന്ന പദമാണ് നാമം. നാമത്തിന് പകരം നിൽക്കുന്ന സർവനാമങ്ങളാണ് അറബിക് ഭാഷയിൽ നിയന്ത്രിക്കുന്നത്. നമ്മൾ പറഞ്ഞു അതിന് സർവനാമങ്ങളെ നമ്മൾ എന്താണ് ഹുവാഹും അൻതാൻതും അനാനഹ്നു ഹിയ എന്നുള്ള 6 സർവനാമങ്ങളാണ് നമ്മൾ എടുത്തത് അല്ലെ, 7. അപ്പോ അതിനെ നമ്മൾ നാമത്തിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഉദാഹരണം റബ്ബുഹു, റബ്ബുഹും. നമ്മൾ കൈ കാട്ടിയുള്ള പഠനമാണ്. വിത്ത് TPA ആണ്. വലതുവശത്തേക്ക് വിരൽ ചൂണ്ടിട്ട് ഒരു വിരൽ ചൂണ്ടി റബ്ബുഹു, 4 വിരൽ ചൂണ്ടി റബ്ബുഹും. പിന്നെയോ മുന്നോട്ട് ചൂണ്ടി പറഞ്ഞേ റബ്ബുക്കും. പിന്നെയോ റബ്ബി, റബ്ബുന സ്വന്തം നെഞ്ചിലേക്ക് അല്ലെ. പിന്നെ ഇടതുവശത്തേക്ക് ചൂണ്ടി റബ്ബുഹ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? അടുത്ത സ്റ്റെപ്പ് റബ്ബുഹു റബ്ബുഹും, റബ്ബുക റബ്ബുക്കും, റബ്ബി റബ്ബുന റബ്ബുഹ. എന്നിട്ട് നമ്മൾ പറഞ്ഞു അവ്യയം, അതായത് കുഞ്ഞു കുഞ്ഞു അല്ലെ ഒറ്റ വാക്കുകളായിരിക്കും. ബി, ഫി, അല, ഇല എന്നുള്ളത്. അത് ഒന്നിനോട് ചേരുമ്പോ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോ അർത്ഥം പൂർത്തിയാവൂല അല്ലെ, ഒന്നിനോട് ചേരുമ്പോ പൂർത്തിയാവും. അപ്പൊ എങ്ങനെയാ അത് പറയാ? ഫോർ എക്സാമ്പിൾ അതിനോട് എങ്ങനെയാണ് നമ്മൾ സർവനാമങ്ങൾ ആഡ് ചെയ്യുന്നത്? ഫീ, ഫോർ എക്സാമ്പിൾ ഫീഹി, ഫീഹിം, ഫീക, ഫീക്കും, ഫീയ, ഫീന. ഓക്കെ, ഫീഹ, ഫീ. പിന്നെയോ ലഹു വെച്ച് ലാ വെച്ച് ലീ വെച്ച് പറഞ്ഞേ ലീ എന്താവും? ഹുവാഹും ചേരുമ്പോ ലഹു, ലഹും, ലക, ലക്കും, ലീ, ലീ ലന ലഹ, ലീ ലന ലഹ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അടുത്തത് എന്താണ്? ക്രിയകൾ എടുത്തു അല്ലെ. ക്രിയകൾ നമുക്ക് എങ്ങനെ ഈ ഹുവാഹും അൻതാൻതും എങ്ങനെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നോക്കി അല്ലെ. ആദ്യം നമ്മൾ പറഞ്ഞു ക്രിയ എന്ന് പറയുന്നത് എന്താണ്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം. അത് കാലവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പോഴോ അതെന്താ അവിടെ ഉണ്ടാവുക? ആ വാക്കിന്റെ അകത്ത് തന്നെ. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ഫതഹ എടുത്തു അല്ലെ. ഫതഹ. അപ്പൊ എന്തായി? അതിന്റെ അകത്ത് തന്നെ ഹു ഉണ്ട് അല്ലെ. അവൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പൂർണ്ണക്രിയ. നമ്മൾ എങ്ങനെ പറഞ്ഞു? ഫതഹ, ഫതഹു, ഫതഹത, ഫതഹതു, ഫതഹ്ന അല്ലെ അല്ലെ. അത് ഇനി അപൂർണ്ണ ക്രിയ എങ്ങനെ പറയും? ഇത് പൂർണ്ണക്രിയ, കഴിഞ്ഞ കാലമാണ്. ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന് എങ്ങനെയാ പറയാ? യഫ്തഹു, യഫ്തഹൂന. കൈ ഉയർത്തു അല്ലെ, കുറച്ചുകൂടെ വലതുവശത്തേക്ക് ഉയർത്തിയിട്ട് യഫ്തഹു, യഫ്തഹൂന, തഫ്തഹു, തഫ്തഹൂന, അഫ്തഹു, നഫ്തഹു. കൽപ്പനക്രിയ എങ്ങനെ പറയും? നമ്മൾ കൽപ്പിക്കുകയാണ്. ഇഫ്തഹ്, ഇഫ്തഹു, നിങ്ങൾ തുറക്കൂ അല്ലെ. ലാ തഫ്തഹ്, നീ തുറക്കരുത്. ലാ തഫ്തഹു. ഓക്കെ. പിന്നെയോ കർത്താവ് കർമ്മം ക്രിയാദാത് എങ്ങനെ കിട്ടും? കർത്തൃനാമം ഫാത്തിഹുൻ, മഫ്തൂഹുൻ, ഫത്ഹുൻ. ഹിയ, ഹിയ സ്ത്രീലിംഗം എങ്ങനെ പറയും? ഹിയ ഫതഹത് അല്ലെ. ഫതഹത്, ഹിയ തഫ്തഹു. ഓക്കെ, നമ്മൾ അങ്ങനെ പഠിച്ചു അല്ലെ. അപ്പോ ഇത് നമ്മൾ പറഞ്ഞു പാരന്റിങ് ഗ്രൂപ്പാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഫതഹ യഫ്തഹു. അടുത്തത് നമ്മൾ പറഞ്ഞു അടുത്തൊരു ബാച്ച് ഉണ്ട്. ആരാണ്? നമ്മൾ 4 കുടുംബമാണ് ബെസ്റ്റ് ആദ്യം നമ്മൾ പഠിച്ചത് അല്ലെ. ഫതഹ യഫ്തഹു, നസറ യൻസുറു, സമിഅ യസ്മഉ, ളറബ യദ്രിബു അല്ലെ. ളറബ യദ്രിബു, സമിഅ യസ്മഉ, പിന്നെയോ നസറ യൻസുറു. അപ്പം അത് കൽപ്പന ക്രിയകൾ മാറുന്നതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഈ ഫതഹ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് നമുക്കറിയാം.
അതിൽ പഠിച്ച വെർബുകളൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ വേണം. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് അപ്പൊ പാരന്റിങ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നോർമലി 3 അക്ഷരമായിരിക്കും. അതിൽ എന്തുണ്ടാവില്ല? മദ്ദിന്റെയോ ശബ്ദത്തിന്റെയോ ഹംസൊന്നും അടങ്ങാത്ത ക്രിയകളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ നമ്മൾ രണ്ടാമത് അടുത്ത ബാച്ചിൽ കയറിയത് A5 എങ്ങനെയാ വന്നത്? അലിഫ് വാവ് യാ, അതായത് ദുർബലാക്ഷരങ്ങൾ അടങ്ങിയ ക്രിയകളാണ് നിങ്ങൾ പഠിച്ചത്. ദുർബലാക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്മൾ വേദനയ്ക്ക് പറയുന്ന വാക്കുകൾ അല്ലെ. അലിഫ് വാവ് യാ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ അല്ലെ, മദ്ദിന്റെ അക്ഷരങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ അതിൽ നമ്മൾ പഠിച്ചു A5. അപ്പൊ A1 A2 A3 A4 ഒക്കെ നമ്മൾ മനസ്സിലാക്കി. A5 എന്ന് പറയുന്നത് വജദ വഅദ പോലെ ആ കാറ്റഗറിയിൽ വരും. വാവ് ആദ്യം വരുന്നത്. രണ്ടാമത് നടുക്ക് അലിഫ് വന്നത് കോല കാന പോലെ. അപ്പൊ വജദയുടെ ഒന്ന് പറഞ്ഞു നോക്കാം. വജദ യജിദു ജിദ് വാജിദുൻ മൗജൂദുൻ വുജൂദുൻ. ഓക്കെ, ഒന്നും കൂടെ പൂർണ്ണക്രിയ വജദ, അതിന്റെ അപൂർണക്രിയ യജിദു, കൽപ്പനക്രിയ എങ്ങനെ ഇരിക്കും? ജിദ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണക്രിയ ഒന്ന് ഫുള്ളും പറഞ്ഞു നോക്കാൻ പറ്റും. നോക്കിയേ, വജദ വജദു, വജത്തു വജദിന. നെക്സ്റ്റ് യജിദു യജിദു യജിദൂന അജിദൂന അജിദുന അജിദു. ഓക്കെ. ഈ കൽപ്പന എങ്ങനെ പറയും? ജിദ് ജിദു ലാ തജിദ് അല്ലെ, അലാ തജിദ് ലാ തജിദു. ഓക്കെ. ഇനിയോ കർത്തൃനാമം എങ്ങനെ ഇരിക്കും? വാജിദുൻ. കണ്ടോ, വജദയുടെ കൂടെ തന്നെ കിട്ടി വാജിദുൻ. പിന്നെയോ മൗജൂദുൻ കർമ്മനാമം, ക്രിയാധാതു വുജൂദുൻ. ഓക്കെ, ക്ലിയർ? എങ്ങനെയാ കർത്തൃനാമം? വാജിദുൻ, കർമ്മനാമം മൗജൂദുൻ, പിന്നെയോ വുജൂദുൻ അല്ലെ, വുജൂദുൻ. മാഷാഅല്ലാ, ക്രിയ ധാതു. പിന്നെ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ഹിയ വജദത്, ഹിയ തജിദു. ഓക്കെ, ഹിയ തജിദു. അപ്പൊ നമുക്ക് ഇതിൽ 6 രൂപം മാത്രം നമുക്ക് എങ്ങനെ പറയാം? വജദ യജിദു ജിദ് ജിദുൻ മൗജൂദുൻ വുജൂദുൻ. ഓക്കെ, ഹിയ വജദത് ഹിയ തജിദു. ക്ലിയർ ആയോ? ഇതേപോലെയാണ് വഅദ. വഅദ അപൂർണക്രിയ യഇദു, അവൻ വാഗ്ദാനം ചെയ്തു. അപ്പൊ യഇദു അവൻ വാഗ്ദാനം ചെയ്യുന്നു അല്ലെ, യഇദു. കൽപ്പനക്രിയ ഐദ്. ഈദ് ഐനാണ്, ഈദ്. അപ്പൊ കർമ്മവും കർത്താവ് കർമ്മ ക്രിയാധാതു എങ്ങനെ ഇരിക്കും? വാഇദുൻ മൗഊദുൻ വഅദുൻ വാഇദുൻ മൗഊദുൻ വഅദുൻ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാജിദുൻ മൗജൂദുൻ വുജൂദുൻ. അപ്പൊ ഇവിടെ വാഇദുൻ മൗഊദുൻ വഅദുൻ. ഓക്കെ. ഹിയ സ്ത്രീലിംഗം എങ്ങനെ പറയും? ഹിയ വഅദത് ഹിയ തഇദു. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു A6 ഖാല കാന പോലെ. അപ്പൊ ഖാല എങ്ങനെ പറയും? നമുക്ക് പറഞ്ഞു നോക്കേ. ഖാല ഖാലു, ഖുൽത ഖുൽതും, ഖുൽതു ഖുൽന, യഖൂലു അഖൂലു നഖൂലു. ഓക്കെ, കൽപ്പനക്രിയ എങ്ങനെ ഇരിക്കും? ഖുൽ. ഓക്കെ, ഖൂലു അല്ലെ, നിങ്ങൾ പറയൂ അല്ലെ. ഖുൽ നീ പറയൂ. നമ്മൾ ആയത്തുകളൊക്കെ കണ്ടാണല്ലേ ഖുൽ നബിയെ പറയൂ അല്ലെ, നീ പറയൂ എന്നുള്ളത് ഖുല്ലാണ്. അപ്പൊ ഖൂലു നിങ്ങൾ പറയൂ. നെക്സ്റ്റ് ലാ തഖുൽ നീ പറയരുത് അല്ലെ, ലാ തഖുൽ ലാ തഖൂലു നിങ്ങൾ പറയരുത്. പിന്നെയോ കർത്തൃനാമം കർമ്മനാമം ക്രിയാധാതു എങ്ങനെ പറയും? ഖായിലുൻ മഖൂലുൻ ഖൗലുൻ. ക്രിയാധാതു ഖൗലുൻ. ഓക്കെ, ക്ലിയർ? ഹിയ ഖാലത്ത് അവൾ പറഞ്ഞു എങ്ങനെ പറയും? ഹിയ ഖാലത്ത്. ആ ഖാലയുടെ കൂടെ താസുക്കുൻ വെച്ചു കൊടുത്തു. ഹിയ ഖാലത്ത് ഹിയ തഖൂലു. മാഷാഅല്ലാഹ്. നെക്സ്റ്റ് കാന. അപ്പൊ ഇതിന്റെ 6 രൂപം ഒന്ന് മാത്രം പറഞ്ഞു നോക്കിയേ. ഖാല യഖൂലു ഖുൽ
ഖായിലുൻ മഖൂലുൻ മഖൂലുൻ ഖൗലുൻ. മാഷാ അല്ലാഹ്. അപ്പൊ 6 രൂപം പറഞ്ഞേ. വേണമെങ്കിൽ സ്ത്രീലിംഗം നമുക്ക് പറയാം. ഹിയ ഖാലത് ഹിയ തഖൂലു. ഇതേ കാറ്റഗറിയാണ് കാന, ആയി അല്ലെ, ആയിരുന്നു. നേരത്തെ പറഞ്ഞു ആണല്ലേ ഖാല, ഇത് കാന ആയിരുന്നു. കാന കാനു, കുന്ത കുന്തു, കുന്തു കുന്ന, യകൂനു യകൂനൂന, തകൂനു തകൂനൂന, അകൂനു നകൂനു. അപ്പൊ നീ ആകൂന്ന് എങ്ങനെ പറയും? കുൻ അല്ലെ. അള്ളാഹ് പറഞ്ഞ കുൻ ഫയകൂൻ അല്ലെ, നീ ഉണ്ടാകൂ എന്ന് അള്ളാഹ് ആജ്ഞാപിച്ചപ്പോ കുൻ ഫയകൂൻ, അപ്പോൾ ഉണ്ടായിത്തീരുന്നു അല്ലെ. നമ്മൾ ആയത്തിൽ ഓതാറില്ലേ? ഇങ്ങനെയാണ് കേട്ടോ. കുൻ 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 കൂനു ലാ തകുൻ ലാ തകുൻ ലാ തകൂനു. പിന്നെയോ കർത്തൃനാമം എങ്ങനെ പറയും? കാഇനുൻ മകൂനുൻ, കർമ്മം കൗനുൻ കൗനുൻ. ഓക്കെ, ആകൽ. ഓക്കെ, കൗനുൻ. ഹിയ കാനത് ഹിയ തകൂനു. അപ്പൊ 6 രൂപ ഒന്ന് പറഞ്ഞേ. 6 രൂപ മാത്രം കാനയുടെ. ആർക്ക് പറയാം? മകൂനുൻ കൗനുൻ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചു. അടുത്ത പാറ്റേൺ എങ്ങനെ പഠിച്ചു? കോല കാന പോലെ, അത് കഴിഞ്ഞ് A6 തന്നെ പിന്നെയും പഠിച്ചു. കോല എങ്ങനെയാണ്? കോമ ഖാഫ പോലെ അല്ലെ. കോമ നിന്നു അല്ലെ, കോമ എഴുന്നേറ്റ് നിന്നു. കോമ കോമു, കുംത കുംതും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. കുംതു കുംതു, കുംത കുംതും, കുംതു കുംന. യഖൂമു യഖൂമൂന, തഖൂമു തഖൂമൂന, അഖൂമു നഖൂമു. അപ്പൊ എഴുന്നേൽക്ക് നിൽക്കുന്നു എങ്ങനെ പറയും? കും. അപ്പൊ നിങ്ങൾ ഇനി പറയാം അല്ലെ, കും നീ എണീക്കൂന്ന് പറയാം. ഞാൻ നിങ്ങളോട് പറയണു കൂമു. അപ്പൊ എന്റെ അർത്ഥം എന്താ? നിങ്ങൾ എല്ലാരും എണീക്കാൻ. കൂമു. ഓക്കെ, കൂമു. ലാ തഖും ലാ തഖൂമു. കർത്തൃനാമം കർമ്മനാമം ക്രിയാതത് എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞേ. ഖായിമുൻ ഖിയാമുൻ ഖിയാമുൻ. പിന്നെയോ ഹിയ ഖാമത് ഹിയ തഖൂമു. ഹിയ ഖാമത്ത് അല്ലെ, അവൾ എണീറ്റു. ഹിയ തഖൂമു, അവൾ എണീക്കുന്നു അല്ലെ, എഴുന്നേൽക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ 6 രൂപ ഒന്ന് പറഞ്ഞേ. ഖാമ യഖൂമു. എന്താണ്? ക്രിയാധാതു. ഖിയാമുൻ ഖിയാമുൻ ക്രിയാധാതു. ഖിയാമുൻ ഖായിമുൻ മഖൂമുൻ ഖിയാമുൻ. അപ്പൊ ഇതൊന്ന് 6 രൂപ മാത്രം പറഞ്ഞേ. ഖാമ യഖൂമു അല്ലെ, ഖായിമുൻ മഖൂമുൻ ഖിയാമുൻ. ഹിയ ഖാമത് ഹിയ ഖാമത് ഹിയ തഖൂമു. ഓക്കെ, മാഷാ അല്ലാഹ്. ഇനി ഖാഫ് എങ്ങനെ പറയും? ഖാഫ യഖാഫു ഖാഫ് അല്ലെ. ഖാഫ യഖാഫു ഖാഫ്. ഖായിഫുൻ മഖൂഫുൻ ഖൗഫുൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കിത് വന്നോളും കേട്ടോ. അതിനുവേണ്ടിയാണ് ഞാനിത് മൊത്തം പറയിപ്പിച്ചത്. ഖാഫ യഖാഫു ഖാഫ് അല്ലെ, നീ ഭയപ്പെടൂ അല്ലെ. ഖായിഫുൻ മഖൂഫുൻ ഖൗഫുൻ, ഭയം. പിന്നെയോ ഹിയ ഖാഫത്ത്, അവൾ ഭയപ്പെട്ടു. ഹിയ തഖാഫു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഹദാ ദഅ അല്ലെ. ഇതുപോലെ തന്നെ ദഅ യദ്ഉ ഉദ്ഉ ഉണ്ടോ? ഉദ്ഉ കൽപ്പന ക്രിയ. ദഅ യദ്ഉ ഉദ്ഉ. ദാഇൻ മദ്ഉൻ ദുആഉൻ അല്ലെ. ദഅ എന്ന് പറഞ്ഞു നോക്കിയേ. ദഅ ദഅു ദഅൗത ദഅൗതും ദഅൗതു ദഅൗന. യദ്ഉ യദ്ഊന തദ്ഉ തദ്ഉന അദ്ഊന അദ്ഉ. കൽപ്പന ക്രിയ എങ്ങനെ ഇരിക്കും? ഉദ്ഉ ഉണ്ടോ? ഉദ്ഉ ഉദ്ഉ ലാ തദ്ഉ ലാ തദ്ഉ. ഓക്കെ, ദാഇൻ മദ്ഉൻ ദുആഉൻ. ഉണ്ടോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ദാഇൻ മദ്ഉൻ ദുആഉൻ. നമ്മൾ ദുആ ചെയ്യുന്നത് എന്നെത്തിയതുണ്ടോ? ദുആഉൻ പ്രാർത്ഥന. ഹിയ ദഅത് ഹിയ തദ്ഉ. അതുപോലെ ഹദാ ഹദാ യഹ്ദി ഇഹ്ദി കൽപ്പന ക്രിയ ഇഹ്ദി. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരും കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഒന്നും ടെൻഷൻ ആവണ്ട. നമ്മൾ ദിവസവും നിങ്ങൾ 2 വെർബ് വീതം, ഈ പുതിയ പാറ്റേൺ മാത്രം. ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ
അലിഫ് വായ അടങ്ങുന്നത് മാത്രം നിങ്ങൾ വെർബ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഹദ യഹ്ദി ഇഹ്ദി, ഹാദിൻ മഹ്ദിയുൻ ഹിദായത്തുൻ അല്ലെങ്കിൽ ഹുദ. ഓക്കെ, ഹിയ ഹദത് ഹിയ തഹ്ദി. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഹംസ് അടങ്ങിയത്. ഹംസ് കണ്ടോ, ഹംസ് അടങ്ങുന്ന ക്രിയയാണ്. അപ്പൊ ജസായും റദിയായും നമുക്ക് ഉണ്ടല്ലേ. ജസ റദിയ അതും കൂടെ നമ്മൾ പഠിച്ചു അല്ലെ. ജസ റദിയ 7 A7 എന്താണ്? ജസ, യാ അവസാനിക്കുന്ന അലിഫ് മക്സൂർ അവസാനിക്കുന്ന ജസ റദിയ. ജസ യജ്സി ഇജ്സി, ജാസിൻ മജ്സിൻ ജസാഉൻ, റദിയ യർദ യിർദ, റാദിൻ മർദിയുൻ റിദ്വാൻ. ഓക്കെ, അത് ഇരിക്കട്ടെ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാവേ. ഈ രണ്ട് നിങ്ങൾ ഈ അവസാനം പഠിച്ച ജസ റദിയ ഇന്ന് തന്നെ നിങ്ങൾ കഴിഞ്ഞ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നത്. എന്നാലും പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോ എളുപ്പമാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കല അമറ. നോക്കിയേ, ഹംസ അടങ്ങിയ ക്രിയ നോക്കാം. ഇത് 3 അക്ഷരം തന്നെയാണ്, ഹംസാണ് അടങ്ങിയിട്ടുള്ളത്. അമറ, അമറ കൽപ്പിച്ചു അല്ലെ. അമറ അമറു, അമർത്ത അമർത്തും, അമർത്തു അമർന. അമറ അവൻ കൽപ്പിച്ചു, അമറു അവർ കൽപ്പിച്ചു, അമർത്ത നീ കൽപ്പിച്ചു, അമർത്തും നിങ്ങൾ കൽപ്പിച്ചു, അമർത്തു ഞാൻ കൽപ്പിച്ചു, അമർന ഞങ്ങൾ കൽപ്പിച്ചു. ഓക്കെ, ഒന്ന് പറഞ്ഞേ, ആർക്ക് പറയാം ഇത്രയും? അമറ അമറ അമറു അമർത്ത അമർത്തു അമർത്തു അമർന. ഓക്കെ, അപ്പൊ ഇനി പ്രസന്റൻസ് എങ്ങനെയാന്ന് അറിയണ്ടേ? യഅ്മുറു യഅ്മുറൂന, തഅ്മുറു തഅ്മുറൂന, ആമുറു. കണ്ടോ, അഅ്മുറു എന്ന് പറയും, പക്ഷെ എഴുതുമ്പോ ആമുറു നഅ്മുറു. കണ്ടോ കേട്ടോ, എഴുത്തിന് ഇങ്ങനെയാണ് നമ്മള് ആമുറു നഅ്മുറു. പറയാൻ എളുപ്പത്തിനാണ് ആമുറു നഅ്മുറു. പിന്നെയോ കൽപ്പിക്കുന്നത് എങ്ങനെയാ? ഉഅ്മുർ ഉഅ്മുർ. കണ്ടോ, ഉഅ്മുർ ഉഅ്മുറു, ലാ തഅ്മുർ ലാ തഅ്മുറു. കണ്ടോ, ഉഅ്മുർ ഉഅ്മുറു, ലാ തഅ്മുർ ലാ തഅ്മുറു. ആമിറുൻ. കണ്ടോ, കൽപ്പിക്കുന്നവൻ ആമിർ അല്ലെ. നമ്മൾ പറയില്ലേ ആമിർ ആണെന്ന് പറയും അല്ലെ. അവര് ആമിറുൻ മഅ്മൂറുൻ അംറുൻ. കൽപ്പന അംറുൻ അല്ലെ, നമ്മൾ പഠിച്ചു. അംറ് ബിഇദ്നി റബ്ബി മിൻ കുല്ലി അംർ അല്ലെ. അംർ കൽപ്പന, ഇതാണ് അംറുൻ. ഹിയ അമറു ഹിയ തഅ്മുറു. ഓക്കെ, ഒന്നൊരാൾ പറഞ്ഞത് അമറ. ഞാൻ പറയട്ടെ? പറയാം, ഞാൻ പറയാം. അമറ അമറ അമറു അമർത്ത അമർത്തും അമർത്തു അമർന. യഅ്മുറു 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 യഅ്മുറൂന, യഅ്മുറൂന തഅ്മുറു തഅ്മുറൂന, ആമുറു ആമുറു. ഞാൻ കൽപ്പിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു. അപ്പൊ ആമുറു നഅ്മുറു നഅ്മുറു. ഇനി കൽപ്പന ക്രിയ എങ്ങനെ ഇരിക്കും? ഇതില് മുറുന്നും വന്നിട്ടുണ്ട്, മുറുന്നും പറയാം മുറുന്നും പറയാം കേട്ടോ. ടെക്സ്റ്റില് മുറുന്നാ കൊടുത്തിരിക്കുന്നത്. ഉഅ്മുറു ലാ തഅ്മുറു ലാ തഅ്മുർ. ലാ തഅ്മുർ ലാ തഅ്മുറു. പിന്നെയോ ആമിറുൻ മഅ്മൂറുൻ മഅ്മൂറുൻ അംറുൻ. മഅ്മൂറുൻ അംറുൻ. ഹിയ അമറത് തഅ്മുറു. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറ. അതുപോലെ തന്നെയാണ് അക്കല. നോക്കിയേ, അക്കല അക്കലു. അക്കല കഴിച്ചു കേട്ടോ, തിന്നു. അക്കല അക്കലു, അക്കൽത്ത അക്കൽത്തും. എല്ലാരും കൂടെ പറഞ്ഞേ, അക്കല അക്കലു. നിങ്ങൾക്ക് അർത്ഥം കിട്ടുന്നുണ്ടോ? ഞാൻ പറയണോ? അക്കല അവൻ കഴിച്ചു, അക്കലു അവർ കഴിച്ചു എന്ന് പറയണോ? വേണ്ടല്ലോ, അറിയാലോ. ഓക്കെ, ജസാക്കുമുല്ലാഹ് ഖൈറ. അപ്പം അക്കല അക്കലു, അക്കൽത അക്കൽതും, അക്കൽതു അക്കൽനാ, യഅ്കുലു യഅ്കുലൂന, കുലു തഅ്കുലൂന, ആകുലു നഅ്കുലു. നേരത്തെ പറഞ്ഞ ആമുറു പറഞ്ഞില്ല, ആകുലു നഅ്കുലു. പിന്നെയോ നീ കഴിക്കുന്ന എങ്ങനെ പറയും? കുൽ. കണ്ടോ, കുൽ. കേട്ടോ, ഖാഫിൽ ഇത് കാഫാണ്. കുൽ കുലു. ഓക്കെ, ലാ തഅ്കുൽ ലാ തഅ്കുലു. നേരത്തെ നമ്മൾ പറഞ്ഞു കുൽ ഖൂലു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആ ഖൂലു ഈ കുലു തമ്മിൽ വ്യത്യാസപ്പെടാനായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. കുൽ കുലു, ലാ തഅ്കുൽ ലാ തഅ്കുലു. ആകിലുൻ മഅ്കൂലുൻ അക്ലുൻ. എങ്ങനെ?
ആക്കിലുൻ മഅകൂലുൻ അക്ലുൻ. ഓക്കെ, ഹിയ അക്കലത് ഹിയ തഅകുലു. ഒന്ന് പറഞ്ഞേ, ആർക്ക് പറയാം? അക്കല ഞാൻ പറയാം. അക്കല അക്കല അക്കലു അക്കൽത്ത അക്കൽത്തും അക്കൽത്തു അക്കൽന. യഅകുലു ആകുലു നഅകുലു. മാഷാ അല്ലാഹ്. ആക്കിലുൻ ആക്കുലുൻ അല്ലേ? ഹിയ അക്കലത് ഹിയ തഅകുലു. നമ്മൾ പറയാം അല്ലാഹുമ്മ അത്അംന വസഖാന, അത് സഖാന വചനം. അത് ആ വാക്ക് അതിനാ കുടിക്കുന്നു, ഇത് കഴിച്ചു. അത്അംന ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. ഇവിടെ അക്കല ഇതും തിന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാമോ? ആർക്ക് പറയാം? അക്കല. നിങ്ങൾക്ക് ഈ വേർഡിന്റെ പ്രത്യേകം മനസ്സിലായോ? എന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞ പാറ്റേണിലുള്ള വ്യത്യാസം? എന്താ ഈ വെർബിന്റെ എന്ന് പറഞ്ഞേ? ആദ്യം ഹംസ വന്നത്. ഹംസ വന്നല്ലേ? മാഷാ അല്ലാഹ്. ആദ്യം ഹംസ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, ഹംസ അടങ്ങി മൂന്നക്ഷരം തന്നെയാണ്, ബട്ട് ഹംസ ചേർന്നു വന്നു. അപ്പൊ അമറ അക്കല പോലെ. അമറയ്ക്ക് നമ്മൾ പറഞ്ഞു അമറ അമറു, അമർത്ത അമർത്തും, അമർത്തു അമർന. ആർക്ക് പറയാം? കാണാതെ പറയാൻ പറ്റുമോ? ട്രൈ ചെയ്ത് നോക്കിയേ. തെറ്റിയാലും സാരമില്ല കേട്ടോ. ഒന്ന് പറഞ്ഞു നോക്കിയേ. അമറ അമറ അമറു, അമർത്ത അമർത്തും, അമർത്തു അമർത്ത അമർത്തും, അമർത്തു അമർന. അടുത്തത് കേട്ടോ. അമുറുന്ന് എഴുതാം, പക്ഷെ നമുക്ക് ആമുറുന്ന് എഴുതാണ് ഭംഗി. ആമുറു നഅ്മുറു. പിന്നെ കൽപ്പനക്രിയ ടെക്സ്റ്റിൽ നമുക്ക് മുർ കൊടുത്തിട്ടുണ്ട്. മുറുണ്ട്. മുർ ഇവിടെ മുറെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചേഞ്ച് ചെയ്യണോന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. മുർ മുറു ലാ തഅ്മുർ ലാ തഅ്മുറു അല്ലേ? ആമിറുൻ മഅ്മൂറുൻ അംറുൻ. ഓക്കെ, മാഷാ അല്ലാഹ്. ഹിയ അമറത്ത് ഹിയ തഅ്മുറു. മാഷാ അല്ലാഹ്. ഇനി അക്കല ഒന്ന് പറഞ്ഞു നോക്കിയേ. അക്കല അടുത്ത ഒരാൾ പറഞ്ഞേ. പറയാത്ത ഒരാൾ, ഇതുവരെ മിണ്ടാതിരുന്ന ആള് പറഞ്ഞേ. ഇതുവരെയും പറയാത്ത ആള് പറഞ്ഞേ. വരി മത്സരിക്കേണ്ട ഇതിനെ കേട്ടോ. ഞാൻ പറയട്ടെ. അക്കല അകൽത്ത അകൽത്തു അക്കല അക്കലു അക്കല അകലു അക്കലു അകൽത്ത അക്കൽത്തു അകൽന അക്കൽത്തു അക്കൽന. അടുത്തത് യഅ്കുലു അപൂർണക്രിയ. യഅ്കുലൂന യഅ്കുലൂന തഅ്കുലു തഅ്കുലൂന ഒരു ആകുലു ഉണ്ടോ? ആകുലു നഅ്കുലു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പൊ എങ്ങനെ കൽപ്പിക്കും? കുൽ അല്ലെ? കുൽ നീ കഴിക്കൂ. കുലൂ നിങ്ങൾ കഴിക്കൂ അല്ലെ? കുലൂ വഷ്റബു ഹനീഅൻ ബിമാ കുന്തും അല്ലെ? കുലൂ വഷ്റബു ആയത്തിൽ പഠിച്ചല്ലേ? ഓതിയിട്ടുണ്ട്. കുലൂ നിങ്ങൾ കഴിക്കൂ, കുലൂ വഷ്റബു നിങ്ങൾ കുടിക്കൂ അല്ലെ? അപ്പൊ കുലു കുൽ കുലൂ ലാ തഅ്കുൽ ലാ തഅ്കുലു. മാഷാ അല്ലാഹ്. പിന്നെയോ ആകിലുൻ അക്ലുൻ തീറ്റ അല്ലെ? കഴിക്കല്. ഓക്കെ, പിന്നെയോ ഹിയ അക്കലത്ത് ഹിയ തഅ്കുലു. ഓക്കെ, ഇതുവരെ നമ്മൾ പഠിച്ച പോർഷൻസ് ഒക്കെ തടസ്സങ്ങളൊന്നുമില്ല, എല്ലാം ക്ലിയർ ആണ് എന്ന് പറയാൻ പറ്റുമോ? പ്രാക്ടീസ് ചെയ്യണം, അത് ഓക്കെ ആവും ഇൻഷാ അല്ലാഹ്. അല്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. അത് മാറൂല, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് ഗ്രൂപ്പില് ദിവസവും 2 വെർബ് വെച്ചിട്ട് വഅദ വജദ തൊട്ട് നിങ്ങൾ ദിവസവും 2 എണ്ണം വീതം. വഅദ വജദ, അത് കഴിഞ്ഞ് ഖാല കാന, പിന്നെ ഖാഫ, അങ്ങനെ ഓരോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തൊക്കെ വരും. ഹദ റദിയ ജസ, ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. പേടിക്കേ വേണ്ട. അൽഹംദുലില്ലാഹ്, സിമ്പിൾ ആണ്, ഈസി ആയിരിക്കും. ഓക്കെ, അല്ലാതെ ബാക്കി വിഷയം മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് ഈ വെർബിന്റെ രൂപങ്ങൾ വന്നത്? ആദ്യത്തെ 4 എണ്ണം, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അലിഫ് വാ യായിലേക്ക് കടങ്ങി അവയടങ്ങിയ, അത് കഴിഞ്ഞിട്ട് ആ ദുർബലാക്ഷരം അടങ്ങിയവ കഴിഞ്ഞിട്ട് അടുത്ത നമ്മളിലേക്ക് വന്നു. എന്തിനാണ്? ഹംസ അടങ്ങിയത് അല്ലെ? അക്കല അമറ പോലെ അല്ലെ? അതാണ് ഇപ്പൊ നമ്മൾ പുതുതായിട്ട് കയറിയത്. ഓക്കെ, ക്ലിയർ? അത് നോർമൽ 3 അക്ഷരങ്ങളായിരുന്നു.
അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ആയിട്ട് എന്താണ് അലിഫ് വാ യ. അതിൽ തന്നെ 3 അക്ഷരം ആണ്, പക്ഷെ ഒന്ന് എന്തായിരിക്കും അലിഫ് വാ യ ഏതെങ്കിലും മാറി മാറി വരുന്നവേ ആയിരിക്കും അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് എല്ലാവർക്കും? മ്യൂട്ട് മാറ്റിട്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ല, മ്യൂട്ട് മാറ്റിട്ട് പറയൂ. കുഴപ്പമില്ല ടീച്ചറെ, കുഴപ്പമില്ല. മറന്നു പോണേ, മറന്നു വന്നേ ഉള്ളൂ. വരും ഇൻഷാ അല്ലാഹ് ബിദ്നില്ലാഹ് നമുക്ക് വരും. നമുക്ക് ഇടയ്ക്ക് ഒരു റിവിഷൻ പോലെ എല്ലാരെ കൊണ്ടും പറയിപ്പിക്കാം കേട്ടോ. അതുപോലെ ഗ്രൂപ്പിൽ നിങ്ങൾ ആക്റ്റീവ് ആവണം. അപ്പൊ എളുപ്പം ഇത് പ്രാക്ടീസ് ആണ്, വേറെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായാല് ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി, ആ വേർഡുകൾ വന്നോളൂ. നിങ്ങൾ വിചാരിക്കും ഓ പിന്നെ കർത്താവ് വരുന്നില്ല, ഓ പിന്നെ എന്താണ് കൽപ്പനഗൃഹ വരുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങൾക്ക് അത് ഈസി ആവും, കാരണം ഇതുപോലെ ആയിരുന്നു ഞാൻ തുടക്കം. പക്ഷെ പിന്നെ നമുക്കത് ഈസി ആയിട്ട് വരും, അത് പ്രാക്ടീസിലൂടെ വരും ഇൻഷാ അല്ലാഹ്. ഓക്കെ, നന്നായിട്ട് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഇതിൽ കണ്ടതിൽ ശ്രദ്ധേയമായ പദങ്ങൾ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഫദാലികല്ലദീ യദ്ഉൽ യതീം ദാലിക ഉലൈക. നമ്മൾ പറഞ്ഞു ഹാദാ, ഇവിടത്തുള്ളതിന്റെ ബഹുവചനം എന്ത് പറയും? ഹ ഉലായി. ദാലിക അവിടെ, അതിന്റെ ബഹുവചനം ഉലൈക. ഓർമ്മയുണ്ടോ കുട്ടികളെ? ആരാ എനക്കില്ല? ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ദാലിക ഉലൈക, ഹാദാ ഹ ഉലൈ. നമുക്ക് ഏകവചനം വേണം, ബഹുവചനം വേണം അല്ലെ? ഇത് എന്ന് പറയുമ്പോ ഇവിടെ കുറെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതെന്ന് പറയില്ലല്ലോ, ഇതെല്ലാം എന്ന് പറയണ്ടേ അല്ലെ? ഇവയെല്ലാം എന്ന് പറയണ്ടേ? ഇവരെല്ലാം എന്നെങ്ങനെയാ പറയാ? ഹ ഉലൈ. ഹാദാ ഏകവചനം, ഹ ഉലൈ ഇവിടെ അടുത്തുള്ള ബഹുവചനം പറയാനായിട്ട്. ദൂരെയുള്ളത് ഒന്നിനെ ദാലിക അത് അല്ലെ, അതെന്ന് പറയും, അവനെന്ന് പറയും. പക്ഷെ അതിന്റെ ബഹുവചനം എന്താ പറയാ? ഉലൈക. അവയെല്ലാം, അക്കൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മള് ഇന്നത്തെ സൂറ കഴിഞ്ഞപ്പോ ഖുർആനിൽ മൊത്തം 77,500 വാക്കുകളാണ്. ഇവിടെ ഇപ്പൊ 78,500 കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ നമ്മള് 47,791 പദങ്ങൾ നമ്മൾ പഠിച്ചു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഓക്കെ, അതായത് 61.6%. അതായത് ഒരു പേജ് എടുക്കുമ്പോൾ നമുക്ക് 79 വാക്കുകൾ നമുക്ക് അറിയാൻ പറ്റും. അൽഹംദുലില്ലാഹ് ബിഇദ്നില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചതിലേറെ നമുക്ക് മനസ്സിലാക്കാനും അതിലുപരി ആഴത്തിൽ അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ആബിദായിട്ട് മാറാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. എപ്പോഴും ഓരോ നിമിഷവും അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് എന്താണ് ഇഖ്ലാസോട് കൂടിയുള്ളതാക്കി തീർക്കട്ടെ. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവേ. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തോണേ. റഷിദ മാം.